ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ റെഡ്ലാൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു പരിസരം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാലിഫോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഐസ് മലകൾ കാണാം. കണ്ടില്ലേ, അതിൻ്റെ മുകളിലൊക്കെ ഐസ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏപ്രിൽ മാസമായി, ഇപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ പുറത്തൊക്കെ നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലാതെ തന്നെ നിൽക്കാൻ പറ്റിയൊരു ടെമ്പറേച്ചറാണ്. ഇത് കണ്ടില്ലേ, ആ കാണുന്നത് ബിഗ് ബെയർ ലേക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന മൗണ്ടനാണ്. നമ്മളവിടെ മുമ്പ് പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട്. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. എന്തായാലും വണ്ടി ഓഫ് ചെയ്യാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നതെന്ന്. അതായത് അമേരിക്കയിൽ എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വേറൊരു ഡിഫറെൻറ്റ് വേൾഡാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം വളരെ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇവിടുത്തെ ഒരു സാഹചര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പറയാനുണ്ട്. വീഡിയോ അല്പം ലോങ് ആയിരിക്കും. എന്താണെങ്കിലും നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിനി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജനുവരി 16 നാട്ടിൽ വന്നിരുന്നു. അതിനുശേഷം ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് ഫെബ്രുവരി 16 ഞാൻ അവിടെ നിന്ന് കയറി തിരിച്ച് US പോകുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് അടിച്ച് പൊളിച്ച് എന്താ പറയണേ, പിന്നെ അതുപോലെ തന്നെ അതിലുപരിയായിട്ട് നമ്മൾ ഒരുപാട് ഡോക്ടർ വിസിറ്റുകൾ, എൻ്റെ കാര്യത്തിനല്ല മറ്റുള്ള പലരുടെയും ആവശ്യത്തിനായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ തന്നെയല്ല പല ഹോസ്പിറ്റലുകളിൽ കൂടെയൊക്കെ പോയി. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ നമ്മുടെ റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമ്മൾ അന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നമ്മൾ അത്രയും റിയൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഇപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സംഭവം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് അതിലേക്ക് പോകാം. ഒരു മാസം മുമ്പ് എനിക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. അതായത് സാധാരണ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു 10 മണി 11 മണിയോട് കൂടി കിടന്നുറങ്ങും. ബുദ്ധിമുട്ടുണ്ടായ ദിവസം ഞാൻ കിടന്നുറങ്ങിയത് ഏകദേശം രാത്രി 12:30 കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. രാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വീഡിയോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെയും ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കറിയാം, എല്ലാവരും സോഡയാണ് കുടിക്കുന്നത്. വെള്ളത്തിന് പകരം ഒരു 90% പേരും ഇവിടെ സോഡയാണ്, അതായത് പുറത്തുള്ള ഫംഗ്ഷനുകളിൽ കിട്ടുന്നത്. അപ്പം എനിക്കും അവരൊരു ഡയറ്റ് കോക്ക്, ഒരു സോഡ തന്നു. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ വെച്ച് അങ്ങനെ കുടിക്കൽ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊക്കെ ഈ സംഭവം കുടിക്കും എന്ന് വിചാരിച്ച് സ്ഥിരമായിട്ട് കുടിക്കാറില്ല. അങ്ങനെ ഞാൻ ആ ഒരു ഡയറ്റ് കോക്കാണ് ഞാൻ ലാസ്റ്റായിട്ട് കഴിച്ചത്. പക്ഷേ അതിന് മുമ്പ് ഒരു 8 മണിക്ക് ഞാൻ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അതിന് ശേഷം ഈ ഒരു ഡയറ്റ് കോക്ക് കഴിച്ചത് ഏകദേശം ഒരു 10 മണി 10:30 11 മണിയോട് കൂടിയാണ് ഞാനിത് കഴിച്ചത്. അതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ 11:30 വേറെ ഒന്നുമല്ല കഴിച്ച, ആരും തെറ്റിദ്ധരിക്കേണ്ട, ഡയറ്റ് കോക്കാണ്, കൊക്കക്കോളയാണ്. നമ്മൾ സോഡ കുടിക്കൽ അങ്ങനെ പതിവില്ല. പക്ഷേ ആ ദിവസം തന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ലേറ്റായിരുന്നു. സാധാരണ ഒരു 1 മണിക്കൊക്കെ ലഞ്ച് കഴിക്കലുണ്ട്. പക്ഷേ അന്ന് ഞാനൊരു 3:30 ആയപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പറ്റിയത് എനിക്ക്. അന്ന് ഞാൻ പുറത്തായിരുന്നു. അപ്പം ഈ 3:30 ലഞ്ച് കഴിച്ച സമയത്തും ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ഫുഡാണെന്ന് തോന്നുന്നു. റൈസും പിന്നെ ഒരു ഫിഷും ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ കഴിച്ചത്. ശരിക്കും വേറെ ഓയിലൊന്നും ഉള്ളതല്ല കഴിച്ചത്. പക്ഷേ അവിടെ നിന്ന് കഴിച്ചപ്പോഴും അവർ ഡ്രിങ്ക് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു കൊക്കക്കോള ഉണ്ടായിരുന്നു. നല്ല വിശപ്പോടുകൂടിയാണ് നമ്മളവിടെ ചെന്നത്. അവിടെ ചെന്ന് ഓർഡർ ചെയ്തിട്ട് ഈ ഭക്ഷണം കിട്ടാനായിട്ട് ഒരു 15 മിനിറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് ഇവർ നമുക്ക് ഈ കൊക്കക്കോള ആദ്യം തരും. ഇവിടെ അങ്ങനെയാണ്, ഡ്രിങ്ക്സ് ആദ്യം തരും കുടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വിശക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇത്തിരി കുടിച്ചു.
അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് 2 നേരം അന്ന് ഞാൻ കൊക്കക്കോള കുടിച്ചു. അതാണ് ഞാൻ അസ്വാഭാവികമായിട്ട് ചെയ്ത ഒരു കാര്യം. അങ്ങനെ നമ്മൾ ആ കൊക്കക്കോള കുടിച്ചു. പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചു. 3:30-4 മണിയോട് അടുത്തു ഞാൻ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ വൈകിട്ട് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിൻ്റെ ഈ സ്ഥലത്ത് പോയി നമ്മൾ വീണ്ടും ഒരു സോഡ കുടിക്കുന്നത്. അതിനുശേഷം ഞാൻ വീട്ടിലെത്തി 12:30-ക്ക് കിടന്നുറങ്ങി. ഏകദേശം ഒരു 1:30 ആയപ്പോൾ ഞാനൊന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ചെറിയ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു. അപ്പോൾ അത് പിന്നെ മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് കുറയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോയിട്ട് ഇത്തിരി വെള്ളം കുടിച്ചു. ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും കിടന്നൊന്ന് ഉറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടുന്ന പോലെ തോന്നി. അങ്ങനെ ഈ ബുദ്ധിമുട്ട് കൂടി എന്താ പറയുന്നത്, ഞാൻ വീണ്ടും കട്ടിലിൽ നിന്ന് എണീറ്റു. അങ്ങനെ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കൂടി വരുന്ന പോലെ തോന്നി. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഇവിടെ മുതൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ എരച്ച് കയറി വരുന്ന പോലെ, എന്തോ ഒരു പുകച്ചിൽ പോലെ, അങ്ങനെ എന്തോ ഒരു ഫീലാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കൊരു ഫീല് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതങ്ങനെ കൂടി വന്ന് അവസാനം പെട്ടെന്ന് ഇങ്ങനെ എരച്ച് കയറി തലയിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ അങ്ങോട്ട് തോന്നി. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്തോ വളരെ റോങ് ആയിട്ട് സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ വൈഫിനെ വിളിച്ചു. അപ്പോൾ റോഷ്നിയെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റോഷ്നിയോട് പറഞ്ഞു, റോഷ്നി എനിക്കെന്തോ സംഭവിക്കാൻ പോവാണ്, പെട്ടെന്ന് നീ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ 911 വിളിക്കുമ്പോൾ നമുക്ക് ആംബുലൻസ് വരും. അവർ വരാനൊരു 10 മിനിറ്റ് എടുത്തു. ആ 10 ആംബുലൻസിൻ്റെ കൂടെ ഫയർഫോഴ്സും വരും ഇവിടെ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും, ഒരു കുറച്ച് സമയം എടുക്കും നമുക്കിത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ. കാരണം അവർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, പോലീസ് വേണം, ഇതെല്ലാം കൂടെ ഇത് ചോദിച്ചിട്ടാണ് അവർ പറയുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ വിചാരിച്ചു അവർ വരണേക്ക് മുമ്പ് സംഗതി മൊത്തം തീരുമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് പറയുമ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അന്നേരം ഏകദേശം ഒരു മരണം മുന്നിൽ കണ്ട ഒരു നിമിഷമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കിത് മറ്റുള്ള നമുക്ക് സ്വന്തക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ പറയാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്കന്ന് ഫീൽ ചെയ്തത്. അപ്പം എന്നിട്ട് ഇവർ വരാൻ ഡിലേ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് കൂടി അവസാനം പിന്നെ അത് കുറഞ്ഞു. പിന്നെ വീണ്ടും ഒന്നോടെ ഇത് വന്നു. പിന്നെ വീണ്ടും അതങ്ങ് കുറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെസ്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ എരച്ച് കയറി ഇങ്ങനെ വരുന്ന പോലെ അങ്ങനെ തലയിലേക്ക് അങ്ങോട്ട് പോകും. എന്നിട്ട് പിന്നെ നമുക്ക് ഫുൾ ഔട്ടാകാൻ പോകുന്നൊരു ഫീലാണ് തോന്നിയത്. അങ്ങനെ രണ്ടാമതും അങ്ങനെ തോന്നി അങ്ങോട്ട് ലൈറ്റായിട്ടൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒന്ന് ഓക്കെയായി. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഞാൻ താഴേക്ക് ഇറങ്ങി. അങ്ങനെ വീണ്ടും ആംബുലൻസിൽ കയറി അവരപ്പോൾ തന്നെ ECG എടുത്തു. ECG എടുത്ത ശേഷം അവർ പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയാവുള്ളൂ, അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് തോന്നിയത്, എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അതായത് ഇവിടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ER എന്നാണ് പറയുന്നത്, എമർജൻസി റൂം. അപ്പോൾ അങ്ങനെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 2 മണിയായി. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ നാട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയടി കയറ്റി എല്ലാം ചെയ്യില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അതിനിപ്പോൾ എനിക്ക് നോർമലാണെന്ന് ഇവർ ഈ ആംബുലൻസുകാർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. തന്നെയല്ല, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ, നമ്മൾ ക്യാഷ് അടയ്ക്കുമോ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ ഒരു 15 മിനിറ്റോളം നമ്മളെ ആ ഒരു വരാന്തയിൽ നമ്മളവിടെ നിർത്തുമല്ല, ഞാൻ ആംബുലൻസിൻ്റെ സ്ട്രെച്ചറിലാണ് കിടത്തിയിരുന്നത്. അപ്പോൾ അവിടെ കിടത്തി. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ അവിടെ ഈ എമർജൻസിയിൽ വന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത്. അങ്ങനെ കിടത്തി. നമുക്ക് അന്നേരം നോർമലായിട്ടാണ് തോന്നുന്നത്. വീണ്ടും നമ്മൾ ഈ ബെഡിലേക്ക് കയറ്റി, എമർജൻസി റൂമിൻ്റെ ബെഡിലേക്ക് കയറ്റി കിടത്തി. അങ്ങനെ കൊണ്ടുപോയി കിടത്തിയിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇടയ്ക്കാണ് ഈ നേഴ്സ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ അടുത്തേക്ക്. അങ്ങനെ നേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 2 പ്രാവശ്യം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി, ഏകദേശം വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പം ഇപ്പോൾ എനിക്ക് ഏകദേശം നല്ലൊരു നോർമലായിട്ട് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല, ഒരു ഫീലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ ഡോക്ടർ വരൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ തന്നെ വരുമെന്ന് വിചാരിച്ചു. ഡോക്ടർ വരാൻ ഒരു 5-10 മിനിറ്റ് വീണ്ടും എടുത്തു. നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഈ ഒരു ബുദ്ധിമുട്ട് തോന്നി.
ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 നമുക്ക് ആദ്യം ഉണ്ടായതിൻ്റെ ഒരു 75% ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഇച്ചിരി ദൂരെയാണ് ആളിരിക്കുന്നത്. അവർ പറഞ്ഞു ഒരു 3 minutes എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ചുറ്റും നേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് വേറെ അതല്ലെങ്കിൽ വേറെ പേഷ്യൻസും കിടക്കുന്നില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പെട്ടെന്ന് തോന്നും. അപ്പം നമ്മൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെള്ളം ഒരു 3 minutes എന്ന് പറഞ്ഞു. നമുക്കപ്പം എന്താ പറയുക, നമ്മളൊരു മരിക്കാൻ പോണൊരു ഫീലിലാണ് നമ്മൾ ഈ വെള്ളം ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 3 minutes എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടിയില്ല, എന്ത് ചെയ്യാൻ, നമ്മുടെ മേത്ത് മൊത്തം മറ്റേ ECGയുടെ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് നമ്മൾ കിടത്തിയേക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ കിടന്നു. പിന്നെ ആ ബുദ്ധിമുട്ട് അങ്ങ് കുറഞ്ഞു വന്നു. അതിനുശേഷം പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വീണ്ടും തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ECG എല്ലാം എടുക്കുന്നുണ്ട്, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും പുള്ളിയുടെ വാക്ക് വിശ്വസിച്ച് നമ്മളവിടെ കിടന്നു. അങ്ങനെ കിടന്ന് അവസാനം എന്താ പറയുന്നത്, വീണ്ടും നമുക്ക് ഈ ബുദ്ധിമുട്ട് ഈ ഡോക്ടർ പോയി. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അന്നേരം ആദ്യം ഉണ്ടായതിൻ്റെ ഒരു 50% തോന്നിയത്. പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് അന്നേരം തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും മരിക്കുന്ന ഒരു ഫീൽ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ലെങ്കിലും എന്തായാലും ഈ ഒരു സംഭവം നമ്മളെ വിട്ട് പോകുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മളിനി തിരിച്ച് ബാക്ക് ടു ലൈഫിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയാണ് അന്ന് തോന്നിയത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വീണ്ടും നമുക്ക് വീണ്ടും ഈ ഒരു 25% വീണ്ടും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോഴും വേറെ ആരും വരുന്നോ കാര്യങ്ങളൊന്നുമില്ല. ഭാഗ്യത്തിന് ഈ സമയത്ത് റോഷിനെ ഇവർ കയറ്റി വിട്ടു അകത്തേക്ക്. അന്നേരം റോഷിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ഇവർ ഡോക്ടറൊക്കെ വരുന്നത് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം നേഴ്സ് വന്നിട്ട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടെന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകണില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പിന്നെ നമ്മളൊരു വിശ്വാസം അർപ്പിച്ചു. കാരണം ഇവർ ചെയ്യുന്നതെല്ലാം കറക്റ്റായിരിക്കും, ഇവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ കിടന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം വീണ്ടും ഒരു പക്ക നോർമൽ, ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പ്യൂർലി ഒരു നോർമലായിട്ടുള്ളൊരു ഫീല് തോന്നി. അപ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു എന്താ പറയുക, അതിന് മുമ്പ് റോഷിനിയുടെ കയ്യിലൊക്കെ പിടിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം മരണപ്പെടാൻ പോകാനുള്ള ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നി. അപ്പം എന്താ പറയുക, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഇത് അങ്ങനെ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്രയും ഈ ഒരു 2 മണിക്കൂറിൻ്റെ ഇടയിൽ നടന്നു കഴിഞ്ഞു. അപ്പം പിന്നെ നമുക്ക് ഇനി ഇവിടെ എന്താണ് ഇവർ ചെയ്യാൻ പോണ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെ പിന്നെ നമുക്ക് എന്താണ് സംഭവിച്ചേക്കുന്നതെന്നും അറിയില്ല. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഓക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു നമ്മളിത് ഇവർ കുറേ ECGയുടെ ഒപ്പം ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എന്താ പറയുന്നത്, ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബ്ലഡ് ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെക്ക് ചെയ്തതിന് ശേഷം ഈ അറ്റാക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്, ആ റിസൾട്ട് നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ഹാപ്പിയായി അങ്ങനെ കിടന്നു. 4 മണി ആയപ്പോഴത്തേക്കും നമുക്ക് നോർമലായി. അപ്പോഴത്തേക്കും റോഷിയുടെ മാനേജറും പുള്ളിയുടെ വൈഫും വന്നു. പുള്ളിയൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. ആഞ്ചസ് എന്നാണ് പുള്ളിയുടെ പേര്, വൈഫിൻ്റെ പേര് നിഷ. ഈ ആഞ്ചസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെയധികം എന്താ പറയുക സന്തോഷമായി. കാരണം നമുക്ക് ഇവിടെ അറിയാവുന്ന ആൾക്കാർ അവരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുള്ള് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വളരെ ആശ്വാസമായി. അങ്ങനെ ഒരു രാവിലെ ഒരു 8:30 ആയപ്പോഴേക്കും നമ്മളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളൊരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൈമറി കെയർ ഡോക്ടറെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് റെഫറൻസ് വാങ്ങി നിങ്ങൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടുന്ന് രാവിലെ 8:30 ഡിസ്ചാർജായി പോന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു 11:30 ആയപ്പോൾ വീണ്ടും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ തോന്നി. 2 പ്രാവശ്യം തോന്നിയായിരുന്നു ഏകദേശം ആ സമയത്ത്. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നീട് വൈകുന്നേരം രാത്രി 9 മണി ആയപ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, വളരെ ലൈറ്റായിട്ട് ഒരു ഇറിറ്റേഷൻ പോലെ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ തോന്നി.
അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഇവിടെയുള്ള ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രാത്രി ഈ ആഞ്ചസും ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിൽ രാത്രി നമുക്ക് കൂട്ടിന് കിടക്കാൻ വന്നു. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രൈമറി കെയർ ഡോക്ടറെ കാണണം, പിന്നെ അതിന് ശേഷം നിങ്ങൾ കാർഡിയോളജിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായി തന്നെയല്ല, അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് വീണ്ടും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാനൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് നമ്മളെ വളരെയധികം തളർത്തി കളയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്ടറെ കാണുന്നത് വരെ ഇത് എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. നിലവിലുണ്ടായ ബുദ്ധിമുട്ട് ക്രിട്ടിക്കൽ അല്ല എന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനി അത് വീണ്ടും ഉണ്ടാവുമോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ വീണ്ടും ഉണ്ടായാൽ അവർ അങ്ങോട്ട് ഈ ERലേക്ക് എമർജൻസി റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ നാട്ടിലാണ് ഒരു ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന എമർജൻസി ചെന്നാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ബന്ധപ്പെട്ട വേറെ സംശയമുള്ള ഏത് മേഖലയിലാണോ, അത് ഇപ്പോൾ ന്യൂറോ ആണെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ, അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിന് നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങൾ പ്രൈമറി ഡോക്ടറെ കണ്ടിട്ട് കാർഡിയോളജി ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പ്രൈമറി ഡോക്ടറിനെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അവസാനം നമ്മൾ കുറേ ഡോക്ടേഴ്സിൻ്റെ, നമ്മുടെ ഇവിടെയുള്ള പല ഗ്രൂപ്പുകൾ വഴിയും ബന്ധപ്പെട്ട് കുറേ ഡോക്ടേഴ്സിൻ്റെ റെഫറൻസ് കിട്ടി. നമ്മൾ അന്വേഷിച്ച് പിറ്റേ ദിവസത്തേക്ക് ഒരു പ്രൈമറി കെയർ ഡോക്ടറെ കിട്ടി. അങ്ങനെ അയാളെ പോയി കണ്ടു. അങ്ങനെ അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അയാളും ഈ എമർജൻസിയിലെ റിപ്പോർട്ടുകളൊക്കെ എല്ലാം നോക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ആശ്വാസമായി. പക്ഷെ അന്ന് രാവിലെ ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി പോലെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവർ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അവർ അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നത് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കാർഡിയോളജിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടും ഈ ഒരു മാനസികാവസ്ഥയും വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ അന്ന് അനുഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഈ 2 ആഴ്ച നമുക്ക് ഒരു രീതിയിലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ട് അല്ല, നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് അത്രയും നേരം പിടിച്ച് നിൽക്കാനായിട്ട്. അങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് നമ്മളൊരു പണി ചെയ്തു. വീണ്ടും പല ഡോക്ടേഴ്സിൻ്റെ റെഫറൻസ് എടുത്ത് അവസാനം 4 ദിവസത്തിനുള്ളിൽ നമുക്കൊരു കാർഡിയോളജി ഡോക്ടറെ, ഒരു നല്ലൊരു ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ തന്നെ വിളിക്കണം ഈ കാർഡിയോളജി, ലോകത്തുള്ള ഡോക്ടർമാരെ മൊത്തം വിളിച്ചിട്ട് അവസാനം ഒരു 4 ദിവസം കൊണ്ടൊരു കാർഡിയോളജി ഡോക്ടറെ കിട്ടി. അങ്ങനെ അതുവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവർ വന്ന് കിടന്നു. 2 ദിവസം ഞങ്ങൾ വേറെ എന്താ പറയുന്നത്, ജസൻ അതുപോലെ തന്നെ മെറിൻ എന്ന് പറയുന്ന വേറൊരു ഫാമിലിയുടെ വീട്ടിൽ പോയി കിടന്നു. അവർ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോവാ, അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് ആവുമല്ലോ, അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി നിന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് നമുക്കത് വളരെ അത്യാവശ്യമായിരുന്നു. നമുക്കത് അവരോടൊക്കെയുള്ള നന്ദി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ അവിടെ ഈ 4 ദിവസത്തെ ഈ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാമിലീസ് നമ്മുടെ വീട്ടിലും അവിടെയൊക്കെ പോയി നിന്നത്. അങ്ങനെ 4ാമത്തെ ദിവസം ഡോക്ടർ കാർഡിയോളജീനെ പോയി കണ്ടു. അദ്ദേഹം ഈ റിസൾട്ടുകൾ നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞെങ്കിലും ഇവരും കാർഡിയോളജി ഡോക്ടർ വേറെ ടെസ്റ്റുകളൊന്നും വന്ന് നടത്തിയിട്ടില്ല. അങ്ങനെ കാർഡിയോളജി ഡോക്ടർ പറഞ്ഞു നമുക്ക് TMT, എക്കോ, പിന്നെ ഒരു ഹാർട്ട് മോണിറ്റർ, ഇത്രയും സംഭവങ്ങൾ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അതിനൊക്കെ ഓരോ അപ്പോയിൻമെൻറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് നാട്ടിലെ ഹോസ്പിറ്റലിലാണെങ്കിൽ TMT ചെയ്യാൻ, എക്കോ ചെയ്യാൻ, ഇതിനൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ചില സ്ഥലത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഉള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം ഒരു 3 ആഴ്ചയോളം ഗ്യാപ്പിലാണ് നമുക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ കിട്ടിയത്. ഈ ഡോക്ടറെ കണ്ടിട്ട് പോകുന്നതിന് ശേഷം 3ൻ്റെ അന്നാണ് നമുക്ക് എക്കോയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് TMTയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ഈ ഹാർട്ട് മോണിറ്റർ നമ്മൾ എക്കോ ചെയ്ത അന്ന് തന്നെ വെച്ച് നമ്മുടെ ചെസ്റ്റിൽ പിടിപ്പിച്ചിട്ട് വിടും. അതൊരു എന്താ പറയുന്ന ഒരു ബാൻഡേജ് പോലെയാണ്. അപ്പം ഈ സംഭവം ഒരാഴ്ച നമ്മൾ ബോഡിയിലിരിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഹാർട്ട് മോണിറ്റർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു കമ്പനി ഉണ്ട്, അതിലേക്ക് അയച്ചു കൊടുക്കണം. ഇതിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഫൈനലായിട്ട് റിപ്പോർട്ട് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അതായത് നമുക്ക് മാർച്ച് 6-നാണ് ബുദ്ധിമുട്ടുണ്ടായത്. നമുക്കിനി അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഏപ്രിൽ 11-നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ നിമിഷം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയില്ല. അപ്പം
പക്ഷെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു ആക്റ്റീവാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്നുള്ള റൂമിലാണ് എക്കോ ചെയ്യുന്നത്. ആ ഒരു എക്കോ ചെയ്യാനാണ് നമുക്ക് 3-ൻ്റെ അന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. വേറെ തിരക്കൊന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ല. ഇവരുടെ പ്രോസസ്സ് അങ്ങനെയാണ്. അങ്ങനെ 3-ൻ്റെ അന്ന് വന്ന് നമ്മൾ എക്കോ ചെയ്ത് അന്ന് തന്നെ നമുക്ക് ഈ ഹാർട്ട് മോണിറ്ററും വെച്ച് നമ്മളെ വിട്ടു. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അത് റിമൂവ് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം കമ്പനിക്ക് അയച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പോയിട്ട് TMT ചെയ്തു. TMT ചെയ്തപ്പോൾ എക്കോ ചെയ്തപ്പോൾ ഈ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. TMT ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ നമ്മുടെ അവിടെ വന്നു. അങ്ങനെ TMT നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ TMT ചെയ്തപ്പോൾ ഡോക്ടർ നേരിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. എനിക്കും വേറെ യാതൊരു ബുദ്ധിമുട്ടും TMT ചെയ്തപ്പോൾ തോന്നിയില്ല. അത് നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈവൻ TMTയുടെ ആണെങ്കിലും ഫൈനൽ ഒരു റിസൾട്ടും അതുപോലെ തന്നെ എക്കോയുടെ റിസൾട്ടും ഈ ഹാർട്ട് മോണിറ്ററിൻ്റെ റിസൾട്ട് ഇതെല്ലാം നമുക്ക് ഇനി April 11-നാണ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ April 1st വീക്കിലാണ് നിൽക്കുന്നത്. ആ റിസൾട്ട് അറിഞ്ഞാലാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ ഹോസ്പിറ്റലായിട്ട് 1 മാസം ഒരാഴ്ചയും കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ഈ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് അല്ല, ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തന്നെ ഡോക്ടറിനെ പോയി വേറെ ഡോക്ടർമാരെ കണ്ട് നമ്മൾ തന്നെ അന്വേഷിച്ച് അറിഞ്ഞ് ഇത് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതല്ലാതെ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഈ ഡോക്ടർ പറയും നിങ്ങൾ ഈ ഡോക്ടറിനെ കണ്ടു നോക്കട്ടോ, അല്ലെങ്കിൽ മറ്റേ ഡോക്ടറിനെ കണ്ടു നോക്കട്ടോ എന്ന് പറയും. ഇതൊന്നും ഇവർ പറയുന്നില്ല. ഇവർ അവരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് അവരുടെ കുറ്റമായിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ഒരു രീതി അതാണ്. ഇവിടെ അമേരിക്കയിലുള്ള ആളുകൾ ഈ ഡോക്ടർമാരെ പോലെ തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കുറേ പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ തന്നെ ഈ ഡോക്ടർമാരുടെ അടുത്ത് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയണം. അപ്പോൾ അത് വേറെ രസമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ നാട്ടിൽ വന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിന് ദേഷ്യം വരും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് പഠിച്ച് വലിയതായിട്ട് വന്ന് ചോദിക്കണയാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതല്ല, ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർ പഠിച്ച് അറിഞ്ഞ് സ്വന്തമായിട്ട് അങ്ങോട്ട് ചോദിക്കണം. അപ്പോഴാണ് അവിടെയുള്ള ഡോക്ടേഴ്സ് പറയുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മരണത്തിൻ്റെ മുഖത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വന്ന് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ 1 മാസം വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൊറിബിളായിട്ടുള്ളൊരു സംഭവമാണ്. എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പം നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഇതാണെന്ന് ഒരു തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. എൻ്റെ ഈ ആഞ്ചസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിന് ഇവിടെ വെച്ചൊരു അറ്റാക്ക് ഉണ്ടായി. ഈ അറ്റാക്ക് ഉണ്ടായ ആൾ എമർജൻസി റൂമിൽ ചെന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടുന്ന് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ കാർഡിയോളജിയുടെ ബുക്ക് ചെയ്തിട്ട് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അറ്റാക്ക് വന്ന ഒരാളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ്. നമുക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും നമുക്ക് നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ഇത് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുമല്ല നമ്മൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായിട്ടുള്ള തീരുമാനം പറയാനായിട്ട്. കാരണം ഇവിടുത്തെ എന്താ പറയുക, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവാം. പക്ഷേ നമുക്ക് ഒരു മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നില്ല. കാരണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് പോണത് എന്താണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു ധൈര്യം നമുക്ക് കിട്ടില്ല. വന്നോടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. മരിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ പരിപാടിയും ചെയ്യും. അത്രയും ഒരു മരിക്കാൻ പോവുകയാണെങ്കിൽ അവരത് ചെയ്യും. അതല്ലാത്ത കാര്യത്തിൽ ഇവർ നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടും. അപ്പോൾ ആ മരണത്തിന് മുഖാമുഖം കണ്ട ഒരാളാണെങ്കിലും അയാളുടെ അവസ്ഥ ഏകദേശം മരിച്ചതിന് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ വീട്ടിലേക്ക് വിടുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിലാണെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലുകാർ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. ഇനി അതല്ലാതെ ഒരു മീഡിയം രീതിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ എന്താ പറയുക, ഇവർക്ക് ചിലപ്പോൾ ഫുൾ ഇൻഷുറൻസ് കിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വരണത്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം അതിവിദൂരമല്ലാതെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നാട്ടിൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെയാണ് ഹോസ്പിറ്റലുകളൊക്കെ ഏകദേശം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് ഇൻഷുറൻസ് ഏജൻസി ഉണ്ട്.
പക്ഷേ ഈവൻ ദോ നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ നാൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആവും എന്നുള്ളത്, ആർക്കും നമുക്ക് കാശ് കൊടുത്തിട്ട് നമ്മൾ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് ചികിത്സിക്കുന്ന ഒരു സാഹചര്യമൊക്കെ മാറുന്നൊരു സാഹചര്യത്തിലേക്ക് നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ലക്ഷക്കണക്കിന് ഒരു ദിവസം. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മദർ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു ദിവസമൊക്കെ 70,000 1 ലക്ഷം രൂപയാണ് നിസാര ഒരു വയറുവേദനയുടെ ബില്ലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അത് ഇത്തിരി പ്രായമായതാണ്, പക്ഷേ മക്കളെന്നുള്ള നിരക്ക് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് 2-3 ലക്ഷം രൂപ അവർക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ളതാണ്. പക്ഷേ 2-3 ലക്ഷം രൂപ ഓരോ വിസിറ്റിലും ഈ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് മിനിമം ഒരു 4-5 ലക്ഷം രൂപയുടെ അടുത്ത് ഹോസ്പിറ്റൽ കേസായിട്ട് ചിലവായിട്ടുണ്ട്. അതും ഒരു വലിയ ക്രിട്ടിക്കൽ ഹാർട്ട് പേഷ്യൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രശ്നമോ അതല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതൊന്നുമല്ല, അല്ലാത്തൊരു വയറുവേദനയുടെ കേസായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നാട്ടിലൊരു അവസ്ഥ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇൻഷുറൻസിലേക്ക് നീങ്ങേണ്ടി വരും. എന്തായാലും നാട്ടിലുള്ളൊരു ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ ഇൻഷുറൻസ് ഏജൻസി എനിക്കുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ്. പക്ഷേ എന്തായാലും ഈ ഒരു പ്രവണത മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ നമുക്കൊരു ചെറിയൊരു പൈസ കൊണ്ടു കൊടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കൊന്ന് ഡോക്ടറെ കണ്ട് നമുക്ക് മരുന്ന് മേടിച്ച് തിരിച്ച് സാറ്റിസ്ഫാക്ഷനോടുകൂടി പോരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഉള്ളത് നമുക്ക് ഏതൊരു പാവപ്പെട്ടവനും നിസ്സാര റേറ്റിന് പോയി നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്ന ഇത്രയും വലിയൊരു സൗഭാഗ്യം നമുക്ക് ഈ ലോകത്ത് വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. നമുക്ക് അവിടെ നാട്ടിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏത് മെഡിക്കൽ കോളേജിലാണെങ്കിലും നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു 1,500 രൂപ കൊടുത്തിട്ടാണെങ്കിലും, കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗവൺമെൻറ് ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം എന്താ പറയുക, നമുക്ക് അതിന് വിലയിടാൻ പറ്റില്ല. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു ഗവൺമെൻറ്, ഇതിനു മുമ്പ് വന്ന ഗവൺമെൻറ് നമ്മുടെ നാട്ടിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സിസ്റ്റം അത് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഇത്തിരി വെയിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമാധാനപരമായിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ കാണുക. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, മരിക്കാൻ പോണ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനിയിപ്പം ഇത്രയും എനിക്ക് സംഭവങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്തു. അപ്പം അതിൻ്റെ കാര്യങ്ങളോട് ഞാൻ പറയാം. ഇനി പറയാൻ പോകുന്നത് ഞാൻ കേട്ട കാര്യങ്ങളാണ്. അതായത് ഞാൻ UK എൻ്റെ ഒരു കസിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പുള്ളിയുടെ പരിചയത്തിൽ അവിടെയുള്ള ഒരു ലേഡി, പുള്ളിക്കാരി നേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അവിടെ ഒരു സായിപ്പ് പുള്ളിക്കാരിയുടെ വയറ്റിന് ചവിട്ടി. അപ്പോൾ പുള്ളിക്കാരിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, പാരസെറ്റമോൾ കഴിച്ചാൽ മതിയെന്ന്. ഇതൊക്കെയാണ് അവിടെ പറയുന്നത് എന്നാണ് അവർ പറഞ്ഞു കേട്ടോ. നമുക്ക് 100% അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ പാരസെറ്റമോൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് സംശയം തോന്നി. പുള്ളിക്കാരി വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ സിസ്റ്റം എനിക്കറിയില്ല. അങ്ങനെ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഇതെന്തോ പ്രഗ്നൻസി ആയതാണ്, അത് ഇതായി പോയേക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവരും പാരസെറ്റമോൾ തന്നെ ആണ് റെഫർ ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് പുള്ളിക്കാരി നേഴ്സായതുകൊണ്ടും ഇവരെ ഹസ്ബൻഡും വളരെ എന്താ പറയുക വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ജോലി രാജിവെച്ച പുള്ളിക്ക് അന്ന് തന്നെ പോയി കഴിഞ്ഞാൽ ജോലി പോവും. അങ്ങനെ അത് ആ ജോലി ഒഴിവാക്കി അന്ന് തന്നെ ഈ പുള്ളിക്കാരിയും ഹസ്ബൻഡും കൂടിയിട്ട്, പുള്ളിക്കാരി ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരിക്ക് എന്തോ 3 months ലീവ് കിട്ടും. ഇവർ നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് ഇവർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് അവർ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്യൂമറായിരുന്നു. ഈ രോഗി അത് ഇങ്ങനെ ചവിട്ടിയതുകൊണ്ട് ഇതിങ്ങനെ അറിയാൻ പറ്റി, അതല്ലെങ്കിൽ അത് വലുതായി വലിയ പ്രോബ്ലമായി പോയേനെ. എന്തായാലും അവരവിടെ നാട്ടിലൊരു സർജറി ചെയ്തു. അതൊരു കീഹോൾ സർജറി എന്തോ ചെയ്ത് അത് സക്സസ് ആയില്ല. പിന്നെ വീണ്ടും ഓപ്പൺ സർജറി ചെയ്തു, അത് സക്സസ് ആയി. അവർ തിരിച്ച് 2-3 മാസം കഴിഞ്ഞിട്ട് എന്തോ നാട്ടിൽ നിന്ന് തിരിച്ച് UK വീണ്ടും ജോലിക്ക് കയറി. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ UK നിന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ ആവാൻ പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക.
UK, യൂറോപ്യൻ കൺട്രീസിലൊക്കെ എല്ലായിടത്തും, അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിലും ഒക്കെ സെയിം ആണ് സിറ്റുവേഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മളിവിടെ ഈ രാജ്യത്തിന് കുറ്റം പറയുന്നതല്ല, ഇത്രയും നല്ല രാജ്യം, എന്താ പറയുക, നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ സൂപ്പർ രാജ്യങ്ങളാണ്, ഒരു സംശയമില്ല. ഹെൽത്ത് പരമായിട്ടും എത്രത്തോളം നന്നായിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു പക്ഷേ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചിടത്തൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യാൻ നിങ്ങളോടായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു വേറെ ഫ്രണ്ടിനെ വിളിച്ചു. എൻ്റെ വളരെ ക്ലോസ്, ഞാൻ മുമ്പ് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കഥയുണ്ട്. ഈ കഥയല്ല, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞത്, പുള്ളി അറിയുന്നൊരു ചെറുപ്പക്കാരൻ, പുള്ളി കാനഡയിലായിരുന്നു. കാനഡയിൽ പുള്ളി നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് തലയ്ക്ക് എന്തോ ചെറിയ പ്രശ്നം വന്ന്, ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം പ്രശ്നം വന്ന്, ഇവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തോ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അവർ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഒരാഴ്ചയല്ല, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഉള്ളൊരു അപ്പോയിൻമെൻറ്റാണ് കൊടുത്തിരുന്നത്. ആ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്ന സമയത്ത് ഈ പയ്യൻ വീണ്ടും സീരിയസ് ആയി മരണപ്പെട്ടു പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പയ്യന് ചിലപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റിയതിനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കേട്ടതാണ്. അതിൻ്റെ അകത്ത് എത്രത്തോളം ഏതൊക്കെ രീതിയിലാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് കാനഡയിൽ നടന്നത്, UK നടന്ന ഇതാണ്, അമേരിക്കയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഇതാണ്. 100% നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് ഇവിടെ ഈ ഉണ്ടായ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, ഇവിടുത്തെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ട്രീറ്റ്മെൻറ്റ് ആയിരുന്നായിരിക്കാം. എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് ഹാപ്പിയാണ്. പക്ഷെ നമുക്കൊരു രോഗിയെ ഒന്ന് കംഫർട്ടാക്കാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ കാണുന്നില്ല. നമ്മൾ തന്നെ സ്വയം കംഫർട്ടാവുക എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് വരാൻ സാഹചര്യമുള്ള ഒരു ഏജ്, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. പക്ഷെ നിലവിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമുള്ള ആളാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ അസുഖത്തിന് ചികിത്സിക്കാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഡോക്ടറെയൊക്കെ കാണാൻ പറ്റും. ഒരു വലിയ പ്രശ്നമില്ലാത്ത, സീരിയസ് അല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം, മരുന്ന് കഴിച്ച് ഒക്കെ പോയിക്കൊണ്ടിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടറെ കാണാൻ പറ്റും, ഡോക്ടറെ കാണാനുള്ള സൗകര്യമുണ്ട്, എമർജൻസിയിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു നാട്ടിലെ നമ്മൾ ഇതുവരെ വന്ന ഒരു രീതിയിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. അത് ഒരു അസുഖം വന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് കേൾക്കുന്ന അസുഖം വരാത്ത ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്ത് നമുക്കൊന്ന് സമാധാനപരമായിട്ട് നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരാതിരിക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമല്ല, യൂറോപ്പിലേക്കാണെങ്കിലും, ഇപ്പോൾ കാനഡയിലെ കാര്യം പറഞ്ഞു, ഇവിടെ എല്ലാം ഒരേ സിസ്റ്റമാണ്. അപ്പം ഇതെല്ലാവരും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ UK മറ്റൊരു എക്സ്പീരിയൻസാണ്, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി, പെയിൻ വളരെയധികം കൂടി, ഡെലിവറിയുടെ സമയമായി. അപ്പോൾ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോയി. അവർ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയിക്കോ, പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഇവർ ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടും ഇവരെ തിരിച്ചു വിട്ട് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഇവർക്ക് രക്ഷയില്ല, ഇവർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്, പെയിൻ കൂടിയിട്ട്. അപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു മലയാളി നേഴ്സിനെ കണ്ടു. ഈ മലയാളി നേഴ്സിൻ്റെ അടുത്ത് ഇവർ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പുള്ളിക്കാരി പോയി പ്രത്യേകം അവരുടെ അടുത്ത് പറഞ്ഞ് സ്പെഷ്യൽ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ ഇവർ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഈ പെൺകുട്ടി പ്രസവിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ആളുകളൊക്കെ വളരെ നൈസാണ്. ബാക്കിയുള്ള എവിടെ ചെന്നാലും, ഞാനിപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തതാണ്, നമുക്ക് അവിടെയുള്ള ആൾക്കാരെക്കാളും വളരെ നല്ല ആളുകളാണ് ഇവിടെ. എന്താ പറയുക, എല്ലാവരോടും വളരെയധികം ഫ്രീ ആയിട്ടും വളരെ നൈസായിട്ടൊക്കെ പെരുമാറാനും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത്രയും നല്ല ആളുകളാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നും.
ഈവൻ ഗൾഫിലാണെങ്കിലും നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ ആ ഒരു കംഫർട്ട് കിട്ടില്ല. നിങ്ങൾക്കറിയാം, ഗൾഫിലുള്ള ഒരുപാട് പേര് നമ്മുടെ എറണാകുളത്തൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഗൾഫിൽ വെച്ച് പലരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. പക്ഷേ നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്, 100% എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാർഡിയോളജിയുടെ ഞാൻ കണ്ടിരിക്കുന്ന ഡോക്ടർ വളരെ നല്ലൊരു ഡോക്ടറാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ അധികം സന്തോഷം തോന്നി. ഇവിടുത്തെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഈ ഡോക്ടറിൻ്റെ ഒരു സമീപനം നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അത് നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം എമർജൻസി ചെന്നപ്പോഴും കണ്ട ഡോക്ടർ സമീപനം നല്ലതാണ്, പക്ഷേ നമുക്ക് കിട്ടേണ്ടതായ കെയർ നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ള നമുക്കൊരു സംശയം തോന്നും. അവരുടെ ഒരു ഇടപെടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നൈസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന് ബുക്ക് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ആയിട്ടാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ നല്ലതാണ്. ഒരു ക്രിട്ടിക്കൽ കേസിൽ വന്ന് ചാടി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം പിന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വളരെ എന്താ പറയുന്നത്, നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ളൊരു മേഖലകളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതായത് ഈ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ആ ഒരു തലവേദന, അത് നമ്മൾ കടന്നു പോകേണ്ടി വരും. എത്ര ക്രിട്ടിക്കലാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് അതല്ലെങ്കിൽ കാനഡ ഇങ്ങനെയുള്ള രാജ്യത്തേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും ആരാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ. എമർജൻസി പോയി കഴിഞ്ഞാൽ അന്നേരമുള്ള ക്രിട്ടിക്കാലിറ്റി നോക്കിയിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വിടും. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നാട് ഏറ്റവും വലിയ ഒരു നല്ല നാടാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വളരെ അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തൃപ്തി തോന്നും. പിന്നെ നാട്ടിലുള്ളൊരു പ്രശ്നമുണ്ട്, നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകാർ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കളയും, അവരൊട്ടും വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ അത് അവരുടെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനും ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ഇല്ലയെന്നല്ല പറയുന്നത്. ഇവിടെ നേരെ മറിച്ച് പെട്ടെന്ന് ചെയ്യില്ല, പക്ഷേ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കും. നാട്ടിൽ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്ത് ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വേറെ ഫാമിലീസോ അതല്ലെങ്കിൽ ഫ്രണ്ട്സോ അധികം ഒന്നും ഉണ്ടാവില്ല. ഒരു ലിമിറ്റഡ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൂടെ ഇതിൻ്റെ പുറമേ ഉണ്ട്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിന്ന് ആഞ്ചസ്, നിഷ, അതുപോലെ തന്നെ ജസൻ, മെറിൻ, ഈ ഫാമിലീസിന്, അതുപോലെ തന്നെ രഘു, ലക്ഷ്മി, ഇത്രയും ഫാമിലീസിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അവർ നമ്മളെ എന്താ പറയുക, സ്വന്തം ബ്രദറിനെ പോലെയാണ് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. അവർക്കൊരു വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട് അവരോട്. എന്താ പറയുക, ഞാൻ മറ്റേ ജസൻ്റെയൊക്കെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ പോയി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്കൊരു വ്യത്യാസം തോന്നിയില്ല. അതുപോലെ തന്നെ ആഞ്ചസൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം രാത്രിയിൽ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ എന്താ പറയുന്നത്, വളരെ അവരൊരുപാട് ബുദ്ധിമുട്ടി, പക്ഷേ ഒരു സഹോദരനെ നോക്കണ പോലെ എന്നെ നോക്കി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം നമുക്കിവിടെ നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ മലയാളികളുടെ സ്നേഹം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. നമ്മൾ എല്ലാവർക്കും, നമുക്ക് അമേരിക്കയിലാണെങ്കിൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കണം. അത് നമുക്ക് എന്താ പറയുക, ഈ ഒരു അസുഖം വരുന്ന ഒരാളെ സംബന്ധിച്ച് അത് വളരെയധികം എന്താ പറയുക, മനസ്സിന് വളരെയധികം ധൈര്യം, സന്തോഷം തോന്നുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറയുകയാണ്, അമേരിക്കനെ നമ്മൾ കുറ്റം പറയുകയല്ല. അമേരിക്ക എനിക്ക് പോയ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണ്. ഈ ഒരു ഹോസ്പിറ്റൽ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിവിടെയുള്ള ഭൂരിഭാഗം പേരും അത് തന്നെയാണ് പറയുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡീപ്പായിട്ട് അറിയാതെ ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻ എടുത്തിട്ട് വരാനുണ്ടെങ്കിൽ വന്നോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഇങ്ങോട്ട് വരണ്ടെന്നല്ല പറയുന്നത്. അമേരിക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യേണ്ട രാജ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അമേരിക്കനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള റിപ്പോർട്ടുകളും അതല്ലെങ്കിൽ ഒരു
അങ്ങനത്തെ ഒരു ബോധമാണ് പൊതുവേ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ അമേരിക്കനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അതൊന്നുമല്ല, നല്ല നല്ല മനുഷ്യരാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ പറയുക, എല്ലാ ആളുകളോടും ഒരേപോലെ സ്നേഹം കാണിക്കും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. അത് വച്ച് നോക്കുമ്പോൾ ഇവിടെ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ നാട്ടിൽ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുവാണോ എന്ന് തോന്നും. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളില്ല. യഥാർത്ഥത്തിൽ അത്രയും പ്രശ്നങ്ങളില്ല. അത്രയും നല്ലൊരു രാജ്യമാണ്. UK ആണെങ്കിലും നല്ല രാജ്യമാണ്, കാനഡ ആണെങ്കിലും നല്ല രാജ്യമാണ്. ഹോസ്പിറ്റലിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെയുള്ള ആളുകളൊക്കെ പെരുമാറാൻ, ഇപ്പോൾ UK യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഒക്കെയുള്ള ആളുകൾ പെരുമാറാൻ വളരെ നല്ല ആളുകളാണ്. എസ്പെഷ്യലി അമേരിക്കയിലെ ആളുകൾ ടോപ്പാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എനിക്ക് വേണ്ടി ഒരുപാട് പേര് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും പലരും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് അറിയുന്നത്. എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, ഹെൽത്തിയാണ്, അതുപോലെ തന്നെ എന്താ പറയുക, എനർജറ്റിക്കാണ്. വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു മാസം നമ്മളൊരു തട്ടിമുട്ടിയുള്ളൊരു വീഡിയോ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഓക്കെ, നമ്മുടെ പുതിയ പുതിയ കിടിലൻ വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി നിങ്ങളോട്. ഇനി നമുക്ക് പുതിയൊരു കിടിലൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.